15-ാം അധ്യായം നമുക്ക് പരിചയമുള്ള ഒരാളുണ്ടല്ലോ, ധൂർത്തപുത്രൻ. അയാൾ എപ്പോഴാ മാനസാന്തരപ്പെട്ടെ? ലൂക്കാസ് വിശേഷം ലൂക്ക 15:14 കിട്ടിയോ? അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ഞെരുക്കത്തിലായി. ഒരു ക്ഷാമമുണ്ടായി, ഒരു ഞെരുക്കമുണ്ടായി. ആ ഞെരുക്കമുണ്ടായത്, ആ ക്ഷാമമുണ്ടായത് അവന് നന്നായോ? അവന് നന്നായി. നിന്റെ വീട്ടിൽ ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ ഒരു ക്ഷാമം, ഒരു ഞെരുക്കമുണ്ടോ? ഈ ഞെരുക്കം നിനക്കൊരു അനുഗ്രഹമായിട്ട് മാറും. അങ്ങനെ തന്നെ വിശ്വസിക്കണം. എന്നെ ഇത് പഠിപ്പിച്ചത് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ചേട്ടൻ, ഇദ്ദേഹത്തെ എനിക്ക് നല്ല പരിചയമാണ്. കഴിഞ്ഞ 7-8 വർഷങ്ങളായിട്ട് ഇയാൾ നല്ല പരിചയമാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ മദ്യപാന ശീലം കാരണം കുടുംബം മുഴുവൻ മടുത്തിരിക്കുന്ന കക്ഷിയാണ്. എന്ന് പറഞ്ഞ് ഇയാളെ ധ്യാന കേന്ദ്രങ്ങൾ, ട്രീറ്റ്മെൻറ്റുകൾ പലതും നടത്തി. ഇയാളുടെ പ്രത്യേകത എന്നാണെന്നറിയോ? നല്ല തങ്കപ്പെട്ട സ്വഭാവം, നല്ല തങ്കപ്പൻ. കുടിച്ചാൽ കയ്യിൽ നിന്ന് പോകും. കുടിച്ചാൽ പിന്നെ മണമടിച്ചാൽ പിന്നെ ഇയാളെ ഒന്നിനും കൊള്ളൂല. കാരണം അത്ര വൃത്തികെട്ട സ്വഭാവം. വൃത്തികെട്ടെന്ന് പറഞ്ഞാൽ വൃത്തികെട്ട സ്വഭാവം പല തരത്തിലാണ്. അയാൾ കിടന്നങ്ങോട്ട് മെഴുകാൻ തുടങ്ങും. പലതവണ നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. വൃത്തികെട്ട സ്വഭാവം. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞിടയ്ക്ക് ഒരു കാര്യം സംഭവിച്ചു. ഒരു രോഗം, അൺഎക്സ്പെക്റ്റഡ്, പ്രതീക്ഷിച്ചിട്ടില്ല. അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉള്ള ആളാണ്. ഒരു രോഗം വന്ന് കിടപ്പിലായി. ഡോക്ടർ പറഞ്ഞു, ദേ ഇനി കുടിച്ചാൽ തീരും, ഇനി കുടിച്ചാൽ ഒന്നും നോക്കണ്ട, പെട്ടിയിലാക്കിക്കോ. ഇയാളുടെ അവസ്ഥ കഴിഞ്ഞ കുറേ നാളായി ദാരുണമാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത്, അച്ഛാ എനിക്ക് ഈ രോഗം ഉണ്ടായി നന്നായി അച്ഛാ. എനിക്കിങ്ങനെ ഇപ്പം കിടന്നപ്പോഴാണ് എനിക്ക് വെളിവുണ്ടായത്. എന്തെല്ലാമാണച്ചാ ഞാൻ കാട്ടിക്കൂട്ടിയത്. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, മക്കൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കാണിച്ചു തരും. എപ്പോഴാ? ഈ കുടിച്ചിട്ട് ബോധമില്ലാത്തപ്പോഴേ മക്കൾ വീഡിയോ എടുത്ത് വെച്ചിരിക്കുക. എനിക്ക് അയച്ചു തരും. ഇടയ്ക്ക് കണ്ടു കഴിയും പേടി വരും. ഞാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോശപ്പെട്ട രീതി. എന്നാൽ ഇയാൾ ഇപ്പോഴെന്താ പറയണമെന്നറിയാം? അച്ഛാ ഈ രോഗം ഉണ്ടായി നന്നായി, ഈ കഷ്ടത, ഈ ഞെരുക്കമുണ്ടായി നന്നായി. കാരണം ഇപ്പോ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഈ കിടപ്പിലാണ് പല കാര്യങ്ങളും എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.